മോർഗൻ ലിയോ ജോൺ പോൾ രചനയും സംവിധാനവും നിർവഹിച്ച് വിജയ് ആന്റണി, അജയ് ദിഷൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായി വന്ന ഈ തമിഴ് ക്രൈം ത്രില്ലർ സിനിമയെ കുറിച്ചാണ് ഇന്ന്. ഒരു വേസ്റ്റ് കൂനയിൽ ശരീരം മുഴുവൻ കറുപ്പ് കളറായിട്ട് ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി ലഭിക്കുന്നു. പോലീസ് അന്വേഷണം നടക്കുന്നതിനിടെ തന്നെ ഈ വാർത്ത അറിഞ്ഞുകൊണ്ട് മുംബൈയിൽ നിന്നും മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനെത്തി ഇത് അൺഒഫീഷ്യലായിട്ട് അന്വേഷണം നടത്തുന്നതാണ് ഈ പടത്തിന്റെ കഥ. ഒറ്റ വാക്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നല്ല ത്രില്ലറാണ് മോർഗൻ. സ്ഥിരം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് വേറിട്ട വഴി പോകുന്ന ഒരു പടമാണെന്ന് പറയാം. വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള പടമാണ്. തുടങ്ങിയ അവസാനം വരെ സസ്പെൻസ് നിലനിർത്തുന്ന ഒരു സിനിമയുമാണ്. വ്യത്യസ്തമായിട്ടുള്ള ട്രീറ്റ്മെന്റ്, ഫാസ്റ്റ് പേസിലുള്ള കഥ പറച്ചിൽ, ഇൻവെസ്റ്റിഗേഷനൊപ്പം തന്നെ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ്, നല്ല മ്യൂസിക്, സൗണ്ട് ഇഫക്ട്സ്, ഇതൊക്കെ പടത്തിന്റെ പോസിറ്റീവ്സ് ആണ്. ഒപ്പം സർഫസ് ലെവലിലാണെങ്കിൽ കൂടിയും പടം അതിന്റേതായ ഒരു പൊളിറ്റിക്സ് പറയുന്നുണ്ട്. പിന്നെ ക്ലൈമാക്സിൽ പടം പെട്ടെന്ന് കൊണ്ട് നിർത്തിയതും എനിക്ക് ഇഷ്ടപ്പെട്ടു. പെർഫോമൻസിൽ മുംബൈ ADGP ധ്രുവ് എന്ന നായക കഥാപാത്രമായിട്ട് വിജയ് ആന്റണി വളരെ നീറ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. മേക്കപ്പ് ഒക്കെ കൊണ്ട് ആ കഥാപാത്രം കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു എന്ന് പറയാം. പുതുമുഖമായിട്ടുള്ള അജയ് ദിഷൻ നായകനേക്കാൾ മികച്ച പെർഫോമൻസ് ആൻഡ് വളരെ യൂണിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ കഥാപാത്രം എഴുതിയിട്ടുണ്ട്. അജയ് ദിഷൻ തമിഴ് സിനിമയ്ക്ക് ഒരു വാഗ്ദാനമാണെന്ന് തന്നെ പറയാം. അദ്ദേഹം വിജയ് ആന്റണിയുടെ നെഫ്യൂ ആണെന്നാണ് കേട്ടത്. സ്ത്രീ കഥാപാത്രങ്ങളിൽ ഇൻസ്പെക്ടർ ശ്രുതി ആയിട്ട് വന്ന ബ്രിഗിഡ സാഗ, വെണ്ണില ആയിട്ട് വന്ന നടി, അറിവിന്റെ അനിയത്തി ആയിട്ട് വന്ന നടി, രണ്ടുപേരുടെ പേര് കറക്റ്റ് അറിയില്ല, അർച്ചന, പ്രീതിക എന്നിങ്ങനെയാണ് പേരെന്ന് തോന്നുന്നു. അതിൽ ഏത് പേര് ആരുടെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇവരെല്ലാവരും നന്നായിട്ടുണ്ടായിരുന്നു. കൂടെയുള്ള പോലീസുകാരന്റെ കോമഡി വലിയ രസമായിട്ട് എനിക്ക് തോന്നിയില്ല. അതുപോലെ വേറെ ഏതോ യൂണിവേഴ്സിൽ നിന്ന് സമുദ്രക്കനിയൊക്കെ പടത്തി വന്നിരിപ്പുണ്ട്. എന്തിനാണോ എന്തോ. പടത്തിന്റെ വില്ലൻ നമുക്ക് പെട്ടെന്ന് ഊഹിക്കാൻ കഴിയാത്ത ഒരാളായിരുന്നു. അത് കിടുവായിരുന്നു. കാരണവും നല്ലതായിട്ട് തന്നെ ഫീൽ ചെയ്തു. ടെക്നിക്കൽ സൈഡിൽ SUVയുടെ ക്യാമറയും സംവിധായകൻ ലിജോ ജോൺ പോളിന്റെ തന്നെ എഡിറ്റിംഗും നൈസ് ആണ്. പ്രത്യേകിച്ച് എഡിറ്റിംഗ്, CCTV ക്യാമറ വിഷ്വലുകൾക്ക് അനുസരിച്ച് പകൽ സമയം പോലീസ് അതേ സ്ഥലത്ത് തന്നെ പിന്നീട് പോകുന്നത് കട്ട് ചെയ്തേക്കുന്നതൊക്കെ നൈസ് ആയിരുന്നു. പടത്തിന്റെ ത്രില്ലർ മൂഡിനനുസരിച്ച് വിജയ് ആന്റണി തന്നെയാണ് ഇതിന്റെ മ്യൂസിക്കും സ്കോറും ചെയ്തിട്ടുള്ളത്. അക്ഷര പാടിയ ഉലകയെ മുഴുവൻ വെറുக்கிறേൻ എന്ന പാട്ട് അതിന്റെ വരികൾ കൊണ്ടും മ്യൂസിക് എല്ലാം കൊണ്ടും നൈസ് ആയിട്ട് തോന്നി. ഇതിന്റെ സൗണ്ട് ഡിസൈനും കിടുവാണ്. മേക്കപ്പിനെ കുറിച്ചും പറയണം. ഭയങ്കര റിയലിസ്റ്റിക് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അത് യൂണിക് ആയിരുന്നു. അതുപോലെ മേക്കപ്പിന് വേണ്ടി ഇരുന്നു കൊടുത്ത അഭിനേതാക്കളുടെ ക്ഷമയ്ക്കും ഡെഡിക്കേഷനും ഷൗട്ട് ഔട്ട് കൊടുക്കണം. പടത്തിന്റെ നെഗറ്റീവ്സ് പറഞ്ഞാൽ ഒരു വലിയ ഇമോഷണൽ ഡെപ്ത് ഒന്നും സിനിമയിൽ അല്ലെങ്കിൽ കഥാപാത്രങ്ങളിലൊന്നും ഇല്ല, എന്നാൽ തീരെ ഇല്ലാതെയും ഇല്ല എന്നതാണ്. ഒരു ക്യാരക്ടറിന്റെ ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയും പ്രണയവും പാട്ടും ഒക്കെ അനാവശ്യമായിരുന്നു. ജസ്റ്റ് ഒരു പേരിന് വേണ്ടി മാത്രം. സൂപ്പർ നാച്ചുറൽ ചേരുവകൾ കഥയിൽ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നെങ്കിലും ഇത് ശാസ്ത്രീയമായിട്ട് എന്തുമാത്രം വിശ്വാസ്യമുള്ളതാണ് എന്നൊന്നും എനിക്കറിയത്തില്ല. ബിക്കോസ് സൂപ്പർ നാച്ചുറൽ ആണല്ലോ. കുറെയൊക്കെ അന്ധവിശ്വാസവും പടത്തിലുണ്ട്. ഒരുപാട് ലോജിക്കൽ പ്രശ്നങ്ങളും ഉണ്ട്. സ്റ്റിൽ ഈ ഒരു ഐഡിയ തന്നെയാണ് പടത്തിന്റെ USP എന്നുള്ളതും സത്യമാണ്. ആകമത്തിന്റെ ടോട്ടലിൽ ഒരു നല്ല നീറ്റ് വൺ ടൈം വാച്ച് പടമാണ് മോർഗൻ. എനിക്ക് പേഴ്സണലി പടം ഇഷ്ടപ്പെട്ടു. കണ്ടാൽ നിങ്ങൾക്ക് നഷ്ടമൊന്നും ഉണ്ടാവില്ല. പടത്തിന്റെ ആ ഒരു സൗണ്ട് ക്വാളിറ്റി, മേക്കിംഗ് ഒക്കെ കൊണ്ട് തിയേറ്ററിൽ കണ്ടാലായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുക. OTTയിൽ ഇതിന് അത്ര സുഖം കിട്ടുമെന്ന് തോന്നുന്നില്ല. 2 മണിക്കൂർ 12 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. ചില സീൻസ് ഒക്കെ കൊണ്ട് ഒരു 14-15 വയസ്സ് താഴെയുള്ള കുട്ടികളെ കാണിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ റേറ്റിംഗ് ചോദിച്ചാൽ വേണോ, 7.5 ഔട്ട് ഓഫ് 10. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. ശരി എന്നാ.